പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ എല്ലാവരെയും ഈ കർത്താവിന്റെ ദിവസത്തിലേക്ക്, ഞായറാഴ്ച ദിവസത്തിലെ ഈ വചന ചിന്തയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പള്ളികൂദാശ കാലത്തിന്റെ 3-ാമത്തെ ഞായറാഴ്ചയിലാണ് നമ്മൾ ഇന്ന് ആയിരിക്കുന്നത്. പള്ളികൂദാശ കാലം സ്വർഗീയ ജെറൂസലേമിനെ, തന്റെ മണവാട്ടിയായ സഭയെ, അതിന്റെ എല്ലാ സ്വർഗീയ സൗന്ദര്യങ്ങളോടും കൂടെ പിതാവായ ദൈവത്തിന് ഈശോ സമർപ്പിക്കുന്ന കാര്യമാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ഇന്ന് വിശുദ്ധ കുർബാനയിൽ നമ്മുടെ വചനധ്യാനം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 25-ാം അധ്യായം 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. താലന്തുകളുടെ ഉപമയാണ് പറയുന്നത്. സ്വർഗരാജ്യ പ്രവേശനത്തിന് യോജിച്ച രീതിയിൽ ജീവിക്കുന്നതിന് ദൈവം നമ്മിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു, നാം എങ്ങനെ ജീവിക്കണമെന്ന് നമ്മളെ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്ന, നമുക്ക് പറഞ്ഞു തരുന്ന ഉപമയാണ് ഈ താലന്തുകളുടെ ഉപമ. ഒത്തിരിയേറെ ആത്മീയ ഉൾക്കാഴ്ചകളുള്ള ഒരു തിരുവചന ഭാഗമാണിത്. വളരെ പെട്ടെന്ന് ഏതാനും ചില പ്രധാനപ്പെട്ട ആത്മീയ വിചാരങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, യജമാനൻ തൻ്റെ ബന്ധുക്കളെയല്ല, ഭൃത്യരെയാണ് തൻ്റെ സമ്പത്ത് ഫലമേൽപ്പിച്ചിട്ട് പോകുന്നത്. ഒരു യജമാനൻ തൻ്റെ ഭൃത്യരെ വിളിച്ച് അവർക്ക് സ്വത്തുക്കൾ ഏൽപ്പിച്ചു കൊടുത്തു. തൻ്റെ ജോലിക്കായി നിൽക്കുന്ന ആളുകളെയാണ് യജമാനൻ തൻ്റെ സർവ്വസമ്പത്തും പലർക്കായി ഏൽപ്പിച്ചു കൊടുത്തിട്ട് പോകുന്നത്. അതിന് കാരണം അത് അവരിലുള്ള വിശ്വാസമാണ്. കാരണം അവർ നല്ലവരും വിശ്വസ്തരുമാണെന്ന് ആ യജമാനൻ മനസ്സിലാക്കുന്നു. ദൈവം നമ്മളെ അനേകം താലന്തുകൾ, സമ്പത്തുകൾ ഏൽപ്പിച്ചിരിക്കുന്നു. നമ്മൾ ദൈവത്തിന്റെ മക്കളെങ്കിലും നമ്മൾ ദൈവത്തിന്റെ ഭൃത്യരാണ്, ദാസന്മാരാണ്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകളോട് നമ്മൾ നല്ലവരായി, വിശ്വസ്തരായി നിലനിൽക്കുന്നുണ്ടോ? രണ്ടാമത്തെ കാര്യം, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നു, ഓരോരുത്തർക്കും ഓരോ അളവിലാണ് താലന്ത് കൊടുക്കുന്നത്. ഒരാൾക്ക് 5, മറ്റൊരാൾക്ക് 2, ഒരാൾക്ക് 1. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നെങ്കിലും അവരുടെ കഴിവനുസരിച്ച് അവർക്ക് വ്യത്യസ്തമായ അളവിൽ താലന്തുകൾ നൽകുന്നു. നമ്മളെക്കാൾ കൂടുതലായി മറ്റൊരാൾക്ക് ഭൗതിക നന്മ ലോകത്തിൽ ലഭിച്ചിരിക്കുന്നത് കാണുമ്പോൾ അതിൽ സങ്കടപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ കഴിവും നമ്മുടെ പ്രാപ്തിയും അനുസരിച്ചുള്ളത് ദൈവം നമുക്ക് തന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. മറ്റുള്ളവർക്ക് എന്ത് കിട്ടി, എന്നേക്കാൾ കൂടുതലുണ്ടോ കുറവുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അത് എനിക്ക് കിട്ടിയത് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന് നോക്കുകയാണ് നമ്മൾ ഓരോരുത്തരുടെയും ഉദ്ദേശം. മൂന്നാമതൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നത്, ഈ താലന്തുകൾ അല്ലെങ്കിൽ കഴിവുകൾ, ഇംഗ്ലീഷിൽ ടാലന്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം കഴിവ് എന്ന് തന്നെയാണല്ലോ. ഈ താലന്തുകൾ, കഴിവുകൾ അത് വെറുതെ വയ്ക്കാനുള്ളതല്ല, വർദ്ധിപ്പിക്കാനുള്ളതാണ്. ജോലി നന്നായി ചെയ്യുന്നത് യജമാനോടുള്ള സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായിട്ടാണ് ഈ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ഈ കഴിവുകൾ, താലന്തുകൾ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച് വെറുതെ ഇരിക്കുകയല്ല, അത് വർദ്ധിപ്പിക്കുന്ന ജോലിയിൽ, അത് കൂടുതലാക്കുന്ന ജോലിയിൽ ഏർപ്പെടുകയാണ് ചെയ്യേണ്ടതെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ കഴിവുകളെ നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്തി കളയുന്നുണ്ടോ, അതോ ദൈവ നന്മയ്ക്കായി വർദ്ധിപ്പിക്കുന്നുണ്ടോ? നാലാമതൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നത്, യജമാനൻ തിരിച്ചു വരുമ്പോൾ ഇവർ വർദ്ധിപ്പിച്ച താലന്തും യജമാനന് തന്നെ തിരിച്ചു കൊടുക്കുന്നു. ഇത് യജമാനൻ ഞങ്ങൾക്ക് 5 തന്നുള്ളൂ, അല്ലെ 2 തന്നുള്ളൂ, ബാക്കി ഞങ്ങളുടെ അധ്വാനം കൊണ്ട്, ഞങ്ങളുടെ കഴിവ് കൊണ്ട് നേടിയതാണ് എന്ന് പറഞ്ഞ് അത് അവരുടെ കയ്യിൽ വെച്ചിട്ട് യജമാനൻ തന്ന 5 or 2 തിരിച്ചു കൊടുക്കുകയല്ല. 5 വർദ്ധിപ്പിച്ചയാൾ അയാൾ നേടിയ 5 കൂടെ കൊടുക്കുന്നു. 2 കിട്ടിയയാൾ അയാൾ വർദ്ധിപ്പിച്ച 2 കൂടി യജമാനന് കൊടുക്കുന്നു. അർത്ഥം ഇതാണ്, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കഴിവും ആരോഗ്യവും സമയവും ഒക്കെ അനുസരിച്ച് ജോലി ചെയ്യുമ്പോൾ അതെല്ലാം എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ മെച്ചം കൊണ്ട്, എൻ്റെ അധ്വാനം കൊണ്ട്, എൻ്റെ മിടുക്ക് കൊണ്ട് നേടിയതാണെന്ന് പറയരുത്. എല്ലാം ദൈവത്തിന് അവകാശപ്പെട്ടതാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിച്ചാൽ നമ്മൾ നേടുന്ന നേട്ടങ്ങളെല്ലാം നമ്മൾ ദൈവത്തിന്റെ മഹിമയായി സമർപ്പിക്കുകയും കാണുകയും ചെയ്താൽ അത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന കാര്യമാകും. അഞ്ചാമത് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, എല്ലാ വളർച്ചയും അതിൻ്റെ ബഹുമാനവും അവകാശവും എല്ലാം ഇവര് യജമാനന് കൊടുക്കാനായിട്ട് തയ്യാറായപ്പോൾ യജമാനൻ അതിലധികമായി, അവർ പ്രതീക്ഷിച്ചതിലധികമായി അവർക്ക് തന്നെ തിരിച്ചു നൽകുന്നു. അതാണ് നമ്മൾ ആ ഉപമയുടെ അവസാന ഭാഗത്ത് കാണുന്നത്. 10 താലന്തുള്ളവന് കൊടുക്കുന്നു, അവനെ 10 നഗരങ്ങളുടെ മേൽ അധികാരിയാക്കുന്നു. 5 നഗരങ്ങളുടെ മേൽ അധികാരിയാക്കുന്നു, 2 നഗരങ്ങളുടെ മേൽ അധികാരിയാക്കുന്നു. അവർ ചെറിയൊരു കാര്യത്തിൽ വിശ്വസ്തരായിരുന്നപ്പോൾ അവർക്ക് പിന്നീട് യജമാനിൽ നിന്ന് ലഭിച്ചത് അവര് പോലും പ്രതീക്ഷിക്കാത്ത വലിയ നന്മകളാണ്. നമുക്കുള്ളതെല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് സമർപ്പിക്കുമ്പോൾ ദൈവം അത് 10 മടങ്ങായി, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ അനുഗ്രഹമായി ദൈവം നമുക്ക് തിരിച്ചു തരും. അതുപോലെ തന്നെ ആറാമതൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നത്, യജമാനൻ ഇവരെ വിളിക്കുന്നത് നല്ലവരും വിശ്വസ്തരുമായ ഭൃത്യ എന്നാണ്.
നമ്മുടെ ജീവിതത്തിന് ആത്യന്തികമായി 2 ലക്ഷ്യമാണുള്ളത്. ഒന്ന്, നല്ലവരായിരിക്കേണ്ടത് നമ്മൾ മറ്റുള്ളവരോടാണ്, സഹോദരങ്ങളോടാണ്, നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളോടാണ്. ഒരു വിശ്വസ്തരായിരിക്കേണ്ടത് ദൈവത്തോടും നമ്മുടെ ഉത്തരവാദിത്വങ്ങളോടുമാണ്. 7ാമത് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, ഏറ്റവും അവസാനത്തെ ആൾ, 1 താലന്ത് കിട്ടിയയാൾ, അയാൾ മടിയനായിരുന്നത് കൊണ്ട് അയാൾ സ്വന്തം ജസ്റ്റിഫിക്കേഷൻസ്, ന്യായീകരണങ്ങൾ കണ്ടെത്തുന്നു. കുറ്റം യജമാനന്റെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്യുന്നു. സത്യത്തിൽ പ്രശ്നം അവന്റെ ഭാഗത്തായിരുന്നു, അവൻ മടിയനായിരുന്നു. പക്ഷെ അവൻ കുറ്റം മറ്റുള്ളവരുടെ മേൽ ചാരാൻ, യജമാനന്റെ മേൽ ചാരാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ഞാൻ ഇത്തരത്തിലുള്ള ഒരു മനുഷ്യനാണോ? എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് അവരിൽ കുറ്റം ആരോപിക്കാൻ നടക്കുന്ന മനസ്സുള്ള ഒരാളാണ്. 8ാമത് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ജോലി ചെയ്യുന്നവരെയാണ് കർത്താവിന് ആവശ്യം. യജമാനന്റെ പ്രതീക്ഷ ഈ പൃഥ്വിയെ കുറിച്ചുള്ള അതായിരുന്നു. അവർ ജോലി ചെയ്യും, ഇത് വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ്. ഞാൻ ജോലിയിൽ ദൈവം ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ വിശ്വസ്തനാണോ? അത് ചെയ്യാൻ സന്നദ്ധതയുള്ള ഒരു മനുഷ്യനാണോ? 9ാമത് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഈ 1 താലന്ത് കിട്ടിയ മനുഷ്യനുമായി ബന്ധപ്പെട്ടാണ്. അയാൾ യജമാനോട് കുറ്റം ആരോപിച്ച് തിരിച്ചു പറയുമ്പോൾ യജമാനൻ പറയും, നീ ചെയ്തില്ലെങ്കിൽ പോട്ടെ, നിനക്കത് ബാങ്കിൽ നിക്ഷേപിക്കാമായിരുന്നു, അത് പലിശയോടുകൂടി എനിക്ക് തിരിച്ചെടുക്കാമായിരുന്നു. അത് കഴിഞ്ഞുപോയി, ആ കാലം കഴിഞ്ഞുപോയി, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സമയം, നമ്മൾ പ്രവർത്തിക്കേണ്ട ഒരു സമയത്ത് നമ്മളത് ചെയ്യാതെ അലസലായിരുന്നാൽ നമുക്കുണ്ടാക്കേണ്ട നേട്ടം, നമ്മൾ ഉണ്ടാക്കുന്നത് വഴി കർത്താവിനുണ്ടാകേണ്ട മഹത്വമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു. സമയം നന്നായി വിനിയോഗിക്കുന്നവരാണോ എന്നുള്ളത് ആത്മശോധന ചെയ്യാൻ കൂടി ഈശോ ഓർമ്മിപ്പിക്കുന്നു. 10ാമതായി നമ്മൾ ഇന്ന് കാണുന്ന ഒരു ചിന്ത, ജോലി ചെയ്തവരെ യജമാനൻ വിളിക്കുന്നത് നല്ലവനും വിശ്വസ്തനുമെന്നാണ്. ജോലി ചെയ്യാത്തവരെ വിളിക്കുന്നത് മടിയനും പ്രയോജനമില്ലാത്തവനുമായ ഭൃത്യനെന്നാണ്. ദൈവത്തിന്റെ കണ്ണിൽ നമ്മൾ നല്ലവരാണോ, പ്രയോജനമില്ലാത്തവരാണോ? നല്ലവരാണെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കും. ഈ മടിയനിൽ നിന്ന്, പ്രയോജനമില്ലാത്ത ഭൃത്യനിൽ നിന്ന് എടുത്തതും ഈ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച മനുഷ്യന് കൊടുക്കുന്നു. സ്നേഹമുള്ളവരെ, ധാരാളം ആത്മീയ ചിന്തകൾ നമ്മൾ കേട്ടു. നമ്മുടെ ജീവിതത്തിന് യോജിച്ചവ നമുക്ക് വേണ്ടത് നമുക്കെടുത്ത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ തിരുത്താനും ദൈവത്തിൻ്റെ കണ്ണിൽ കൂടുതൽ നല്ലവരും ദൈവത്തോട് കൂടുതൽ വിശ്വസ്തരുമായിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങേ ഈ അനുഗ്രഹീത ദിവസം അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളോട്, ഞങ്ങളുടെ സഹോദരങ്ങളോട് ഞങ്ങൾ നല്ലവരായിരിക്കാനും അതുപോലെ അങ്ങയോട് വിശ്വസ്തരായിരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യജമാനനായ അങ്ങയുടെ മുമ്പിൽ ഒരു ദിവസം കണക്ക് കൊടുക്കേണ്ടവരാണ് എന്ന ബോധ്യത്തിൽ സമയം നഷ്ടപ്പെടുത്താതെ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മീയ ഭൗതിക ജീവിത കടമകളെല്ലാം നന്നായി ചെയ്ത് അങ്ങയുടെ ഹിതം പൂർത്തിയാക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.